എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. UDF ആരാവും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ ഓരോ ദിവസം ചെല്ലും തോറും അതിന് പുതിയ പുതിയ മാനങ്ങൾ കൈവരികയാണ് കേട്ടോ. ഇന്നലെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു ആഗ്രഹം അത് പച്ചയായി തന്നെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കേരള കൗമുദിയുടെ ഒരു സെക്കൻഡ് മെയിൻ ആ സ്റ്റോറിയാണ്. കണ്ടില്ലേ? മുഖ്യൻ സതീശൻ തന്നെയെന്ന് ലീഗ് പറയുകയാണ് അടുത്ത മുഖ്യമന്ത്രി ആര് തന്നെ, സതീശൻ തന്നെ. ഇത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. എന്ന് പറഞ്ഞാൽ ലീഗ് ഇത് പറഞ്ഞ് ശരിയായില്ല. ശരിയാണ്, ലീഗ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് ശരിയായില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി വളരെ ഡീസൻ്റ് ആയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടു. അതായത് കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് അതിൻ്റെതായ രീതികളുണ്ട്. എന്തായാലും ഒരു ജനങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ജനഹിതം മാനിച്ചു തന്നെയായിരിക്കും ആ ഒരു തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടു. പക്ഷെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പച്ചയായി പറയുകയാണ്, അതല്ല, സതീശനാണ്. പച്ചയായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാതൃഭൂമിയിൽ വളരെ കൃത്യമായി എന്താണ് പത്രലേഖകർ ചോദിച്ചത്, അതിനുള്ള സാദിഖ് അലി തങ്ങളുടെ മറുപടി എന്തായിരുന്നു എന്ന് ഇന്നത്തെ മാതൃഭൂമിയുടെ 7-ാം പേജിലുണ്ട്. അതായത് മുഖ്യമന്ത്രി സ്ഥാനം UDF തീരുമാനം ജനവികാരമനുസരിച്ച് ലീഗ്. അതായത് UDFന്റെ തീരുമാനം എന്തായിരിക്കും? ജനവികാരമനുസരിച്ച് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ആരാണോ പ്രിയങ്കരൻ. അതായത് ഇങ്ങനെയാണ് വാർത്ത: മുഖ്യമന്ത്രി ആരാവണം എന്ന തീരുമാനം UDF കൈക്കൊള്ളുക ജനവികാരമനുസരിച്ചാവുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ചോദ്യമാണ്: മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ VD സതീശനാണ്. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അതിനുള്ള മറുപടി: അത് അങ്ങനെയാണല്ലോ ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ടാവുക. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശിഹാബ് തങ്ങൾ സാദിഖ് അലി പറയാണ്, അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യമാണ്: UDF ജനവികാരം നോക്കിയാണോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക? അതിന്റെ മറുപടി: ഭരണകാര്യങ്ങളിലും മന്ത്രിസഭയുണ്ടാക്കുന്ന കാര്യങ്ങളിലുമൊക്കെ ജനവികാരത്തിനനുസരിച്ചായിരിക്കും UDFന്റെ തീരുമാനങ്ങൾ. അപ്പോൾ UDFന്റെ തീരുമാനങ്ങൾ ജനവികാരത്തിന് അനുസരിച്ചായിരിക്കും. അടുത്ത ചോദ്യം: മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അങ്ങനെ തന്നെയാണോ? അതിനുള്ള മറുപടി: തീർച്ചയായും ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അത് സാദിഖ് അലി പറയുന്നുണ്ട്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അവർ ജനഹിതമനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ജനഹിതം ആർക്ക് അനുകൂലമാണ്? VD സതീശൻ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ പറയാതെ പറയുകയാണ് സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ് തങ്ങളുടെ താല്പര്യം എന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ലീഗ് പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ അവസാനമുണ്ട്, ലീഗിന് കൂടുതൽ മന്ത്രിമാരെ ലഭിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ, വേറെ ചോദ്യങ്ങളുടെ, അതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് അത് ഞാൻ വിടുന്നു. ഇതില് ഷാബിൽ ബഷീറിന്റെ സ്റ്റോറിയാണ് മുഖ്യൻ സതീശൻ തന്നെയെന്ന് ലീഗ്. അതിൽ പറയുന്നത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന് പിന്തുണ നൽകാൻ മുസ്ലിം ലീഗിൽ ധാരണ എന്നാ പറയുന്നത് കേട്ടോ. കാരണം സാദിഖ് അലി ഇങ്ങനെ വെറുതെ പറയില്ല. മുസ്ലിം ലീഗിനുള്ളിൽ ധാരണയുണ്ട് VD സതീശൻ ആവണം മുഖ്യമന്ത്രി. ഇത് യഥാർത്ഥത്തിൽ VD സതീശന് വലിയൊരു പാരയായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇപ്പം തന്നെ അതിന്റെ വേറെ രസം എന്താ പറയുക, ഇപ്പോൾ തന്നെ വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞതാണ്. ഇന്നത്തെ കേരള കൗമുദിയുടെ ഏത് പേജിലാണ്? 7-ാം പേജിൽ UDF വന്നാൽ ലീഗ് ഭരിക്കും. വെള്ളാപ്പള്ളി വളരെ കൃത്യമായി പറയുന്നുണ്ട്, UDF വന്നാൽ ലീഗ് ആയിരിക്കും ഭരിക്കുക. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? UDF വന്നാൽ എന്ന് ഞാൻ പറയുന്നത് എല്ലാ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് അനുകൂലമായതുകൊണ്ട് UDF തന്നെയാണ്. അതല്ലാതെ മറിച്ച് ഒരു ചിന്തയില്ല കേട്ടോ. ഇപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞത് എക്സിറ്റ് പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളാണ് വരിക എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. പക്ഷേ ഗോവിന്ദ മാഷ്ക്ക് അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഭാഷ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരിക. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് അങ്ങോട്ട് ലീഗ് തീരുമാനിച്ചു. ലീഗിന്റെ തീരുമാനത്തിന് വിരുദ്ധമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമോ? പറഞ്ഞുകൂടാ. കാരണം ഹൈക്കമാൻഡ് പല സംസ്ഥാനങ്ങളിലും ജനഹിതത്തിന് വിരുദ്ധമായ
അങ്ങനെ തന്നെ പറയണം. ജനഹിതത്തിന് അനുകൂലമാണെന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ ജനഹിതത്തിന് വിരുദ്ധമായ തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് പണ്ടും പലപ്പോഴും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. കാരണം ഈ എന്താ പറയാ, കഴിഞ്ഞ തവണ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് ആരാണ്? ഹൈക്കമാൻഡിന്റെ പ്രത്യേക തീരുമാനം അനുസരിച്ച് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? രമേശ് ചെന്നിത്തല അതിന്റെ 2021 വരെയുള്ള ആ കാലയളവിൽ പിണറായി വിജയനെ ശരിക്കും വെള്ളം കുടിപ്പിച്ച. ഇത്തവണ വി ഡി സതീശൻ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ അങ്ങേപ്പുറത്ത് 100ൽ നിന്നുകൊണ്ട് പിണറായിയെ വെള്ളം കുടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയായിരുന്നു. എത്ര പിണറായി വിജയന്റെ ഒരുപാട് കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയ ആളാണ്. ഒരുപാട് എന്താ പറയാ, അതിർവിട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ അഴിമതിയുടെ ഒരുപാട് ശ്രമങ്ങൾ ചെന്നിത്തല വളരെ കൃത്യമായി പ്രതിരോധിക്കുകയുണ്ടായി കേട്ടോ. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഒരു സംശയമില്ല, ചെന്നിത്തല തന്നെയായിരിക്കും മുഖ്യമന്ത്രി. കാരണം ചെന്നിത്തലക്കായിരുന്നു പാർട്ടിക്കുള്ളിലും അതല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലൊക്കെ രമേശ് ചെന്നിത്തലക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു പിന്തുണ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ സംഭവിച്ചത്? അടുത്ത പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശന് കൊടുത്തു. കർണാടകയിൽ നമുക്ക് നോക്കിയാൽ അറിയാം. കർണാടകയിൽ D ശിവകുമാർ ആയിരുന്നു മുന്നിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചതും അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായ നേതാവ് D ശിവകുമാർ ആയിരുന്നു കേട്ടോ. പക്ഷെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യമ്മ കൊടുത്തു. അപ്പൊ സിദ്ധരാമയ്യക്ക് കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അപ്പോൾ ഇതേപോലെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുന്നത് ജനഹിതമനുസരിച്ചാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ലീഗ് ഇനി പറഞ്ഞ സ്ഥിതിക്ക് ലീഗിനെ മറികടന്നുകൊണ്ട് UDF പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ലീഗ് 22 ഇടങ്ങളിൽ മത്സരിച്ചത് ലീഗ് പറയുന്നു 21 എന്തായാലും ഉറപ്പാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ലീഗിന് എന്താ പറയാ, എന്ത് പ്രതികൂല അവസരങ്ങൾ ഉണ്ടെങ്കിലും ലീഗിന് ഒരു 20 സീറ്റൊക്കെ അവിടെ ഉറപ്പാണ്. അപ്പൊ ലീഗ് 21-22 സീറ്റ് നേടിക്കൊണ്ട് ഏറ്റവും കരുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ലീഗ് പറയുന്നത് എന്താ പറയാ, കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അതിനുള്ള തകരാറെന്ന് പറഞ്ഞാൽ അതോടുകൂടി വി ഡി സതീശൻ ഇനി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് ലീഗിന്റെ ബലത്തിലാണ്. ലീഗും അതിനനുസരിച്ച് വിലപേശും. വി ഡി സതീശൻ ഞങ്ങളല്ലേ പറഞ്ഞത്, അങ്ങനെയല്ലേ പറയാ, ഞങ്ങളല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് പോകുമായിരുന്നു, അല്ലെങ്കിൽ KCക്ക് പോകുമായിരുന്നു. ഞങ്ങളൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കണം, ഞങ്ങൾ തീരുമാനിക്കും എന്ന് ലീഗ് പറഞ്ഞാൽ മാത്രമല്ല CPM അതിനനുസരിച്ച് കൃത്യമായി CPM കുത്തിത്തിരിപ്പുണ്ടാക്കൂലേ, CPM അറിയില്ലേ. ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ ഒരു ഡമ്മിയാണ്, ഭരിക്കുന്ന മുഴുവൻ ലീഗാണെന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ വി ഡി സതീശന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ തന്നെ സതീശനെതിരെ തിരിയില്ലേ. ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പം ഇത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ UDF ഉണ്ടാക്കിയതെന്നാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞാലിക്കുട്ടി വളരെ സേഫായി പറയാതെ പറഞ്ഞിരുന്നു. പക്ഷെ തങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയാണ് അത് സതീശൻ തന്നെയാണ്. അതിൽ പെട്ടുപോയത് ശരിക്ക് വി ഡി സതീശൻ തന്നെയാണ്. വി ഡി സതീശനാണ് പെട്ടുപോയത്. കാരണം വി ഡി സതീശന് ഇനിയുള്ള കാലം അങ്ങനെയാണെങ്കിൽ കേട്ടോ, വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ വരുന്ന മുഖ്യമന്ത്രി സ്ഥാനം എത്രയും കാലം ഉണ്ടോ ആ കാലം മുഴുവനും വലിയൊരു കുരിശായിട്ട് ലീഗിനെ താങ്ങേണ്ടി വരും സതീശൻ എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോഴാണ് വെള്ളാപ്പള്ളി പറയുന്നതാണ്, UDF വന്നാൽ ലീഗ് ഭരിക്കും. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന്റെ ഭരണമായിരിക്കുമെന്നും ലീഗിന്റെ മുഖ്യമന്ത്രി വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഭരിക്കാൻ തുടങ്ങിയാൽ വി ഡി സതീശൻ ലീഗിന്റെ മുഖ്യമന്ത്രിയായിരിക്കും. ആർക്കാ സംശയം? വെള്ളാപ്പള്ളി നമ്മളങ്ങനെ തള്ളി പറയേണ്ട. വെള്ളാപ്പള്ളി കടത്തി പറയുകയാണെങ്കിലും വെള്ളാപ്പള്ളി പറഞ്ഞതിലും ഒരു സത്യമുണ്ട്. കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ ലീഗ് അഭിപ്രായം പറഞ്ഞത് ഇതിന്റെ എല്ലാം സൂചനയാണെന്നും മാറാട് ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാറാട് ആവർത്തിക്കുമെന്നും കൂടി വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകുന്നു. മന്ത്രിമാരുടെ വകുപ്പുകൾ പാണക്കാട് തങ്ങളായിരിക്കും തീരുമാനിക്കുക. യഥാർത്ഥത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകളൊക്കെ തീരുമാനിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് ആരുടെ ഒരു പ്രിവിലേജാണ്? ഈ മുഖ്യമന്ത്രിയുടെ. പക്ഷെ അതിന് പകരം പാണക്കാട് തങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെ മന്ത്രിമാർ ഇന്ന ആൾക്കാരൊക്കെയാണ്, അവർക്ക് ഇന്ന വകുപ്പുകൾ കൊടുക്കണം. ഇന്ന ആൾക്ക് KM ഷാജിക്ക് മറ്റേ പൊതുമരാമത്ത് കൊടുക്കണം, മറ്റേ ആൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ ലീഗ് അങ്ങോട്ട് തീരുമാനിക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇടതുപക്ഷം തോറ്റാൽ ജനാധിപത്യം തോറ്റ് മതാധിപത്യം
ജയിക്കുന്ന സ്ഥിതിയാകും. പ്രത്യേകിച്ചും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടി എന്ന് നേരത്തെ തന്നെ CPM ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുകൂടി ശക്തമാക്കും. അപ്പൊ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്, വി ഡി സതീശൻ ലീഗിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വി ഡി സതീശന്റെ പ്രതിച്ഛായ ഇടിയും. അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. ഇത് എന്താ പറയാ, വെളുക്കാൻ തച്ചത് പാണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഹൈക്കമാൻഡും ഇത് കണക്കിലെടുക്കും. ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനം പാറയാകാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയാണ്, അല്ലെങ്കിൽ UDF മൊത്തത്തിലാണ് എന്ന ഒരു ചിന്താഗതി കൂടി അവിടെ വരും. ഇനി വെള്ളപ്പള്ളി പറയുന്ന മറ്റൊരു ഫലം, എക്സിറ്റ് പോൾ ഫലം എപ്പോഴും ശരിയാകണമെന്നില്ല, ചെറിയ വ്യത്യാസത്തിലാണെങ്കിലും ഇടതുപക്ഷവും പിണറായിയും ഭരണത്തിലെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മൂപ്പരുടെ ഒരു ആഗ്രഹമാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പോലെ ഓഫീസ് പ്രവർത്തിപ്പിക്കാനായില്ല. വിവാദ പുരുഷനായ P ശശിയെ എന്തിന് ഓഫീസിൽ വെച്ചു എന്നതിനും ഉത്തരമില്ല. മുഖ്യമന്ത്രിയെ കാണാൻ പോലും അനുവദിക്കില്ല. മുഖ്യമന്ത്രി പലതും അറിയുന്നില്ല. MV ജയരാജൻ ഓഫീസിൽ ഉണ്ടായിരുന്നപ്പോൾ സാധാരണക്കാർക്ക് ഉപകാരമുള്ള സ്ഥലമായിരുന്നു അവിടം. ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ LDF സർക്കാർ വേണ്ടത് ചെയ്തുവെങ്കിലും ന്യൂനപക്ഷത്തിന്റെ വോട്ട് LDFന് വേണ്ട വിധത്തിൽ കിട്ടിയിട്ടില്ല എന്നുകൂടി വെള്ളാപ്പള്ളി പറയുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ആരാവണം UDFന്റെ മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച ഇന്നലെ എത്തിച്ചേർന്നത് ഇതിലേക്കാണ്. അതായത് വി ഡി സതീശനാണ് ഇപ്പോ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ലീഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കേരളത്തിലെ ഒരവസ്ഥയിലെ, പക്ഷെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. അവിടെ കെ സി വേണുഗോപാലിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വി ഡി സതീശനെ വെട്ടി KCയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനും ഹൈക്കമാൻഡ് തീരുമാനിച്ചേക്കും. പക്ഷെ അതൊന്നല്ല, ഹൈക്കമാൻഡിന്റെ മനസ്സിൽ മറ്റൊരു കാര്യമുണ്ട്. അത് കുറച്ചുകൂടി ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഏതായാലും ഇപ്പോഴുള്ള ഒരു സ്ഥിതി അനുസരിച്ച് വി ഡി സതീശൻ ആകെ ഒരു കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആയാലും അതൊരു വൻ കുരുക്കായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും രാഷ്ട്രീയമല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ചിലപ്പോൾ സംഭവിക്കാം. സംഭവാമി യുഗേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാത്തിരിക്കാം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ.